മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന വാർത്തയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിൽ ചർച്ച നടത്താതെ സർക്കാർ 9 ദിവസമായി വിതരണക്കാർ മരുന്ന് നൽകുന്നത് നിർത്തിയിട്ട് സെപ്റ്റംബർ വരെയുള്ള കുടിശ്ശിക ലഭിക്കണമെന്നാണ് വിതരണക്കാരുടെ ആവശ്യം. ദൃശ്യ പുതിയിടത്തുണ്ട് വിവരങ്ങൾ നൽകാനായി. ദൃശ്യ, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നിരന്തരമായി സംഭവിക്കുന്നതാണ്. മാസങ്ങൾക്ക് മുൻപേയും ഈ മരുന്ന് ക്ഷാമം ഉണ്ടായിരുന്നു. അന്ന് മരുന്ന് ക്ഷാമമല്ല, വിതരണ കമ്പനികൾക്ക് കുടിശ്ശിക നൽകാത്തതുകൊണ്ട് അവർ വിതരണം നിർത്തിവെച്ചിരുന്നു. പിന്നീട് ആരോഗ്യമന്ത്രിയൊക്കെ ഇടപെട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത്. ഇപ്പോൾ വീണ്ടും അത്തരം കുടിശ്ശികയിലേക്ക് പോയിരിക്കുന്നു. എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ കൃത്യമായി നടക്കാതിരിക്കുന്നത്? പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇതര ജില്ലക്കാർ കൂടി ആശ്രയിക്കുന്ന ഒരു വലിയ മെഡിക്കൽ കോളേജാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് സർക്കാരിന്റെ അലംഭാവം? ദൃശ്യ ജിൽസി, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്